കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പ്രചരിച്ചതിൽ കേന്ദ്ര സർക്കാരിന്റെ നോട്ടീസിന് മറുപടി നൽകി മെറ്റ. 6 മാസത്തിനിടെ 1.5 ലക്ഷത്തിലധികം അക്കൗണ്ടുകൾ പ്ലാറ്റ്ഫോമിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ടെന്നാണ് മെറ്റയുടെ വിശദീകരണം. കുട്ടികൾക്കെതിരെയുള്ള ഓൺലൈൻ അതിക്രമങ്ങൾ തടയുന്നതിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വരുത്തുന്ന വീഴ്ചകൾക്കെതിരെ കേന്ദ്ര സർക്കാർ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇൻസ്റ്റാഗ്രാമിലെ വിവാദ പരസ്യങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്രം ആവശ്യപ്പെട്ട വിശദീകരണത്തിന് മെറ്റ തങ്ങളുടെ ഭാഗം വ്യക്തമാക്കി മറുപടി നൽകിയിരിക്കുന്നത്. കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതും ദുരുപയോഗം ചെയ്യുന്നതുമായുള്ള ഉള്ളടക്കങ്ങൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളാണ് സ്വീകരിക്കുന്നതെന്ന് മെറ്റ കേന്ദ്രത്തെ അറിയിച്ചു. AI സംവിധാനം കണ്ടെത്തുന്ന സംശയാസ്പദമായ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ മാത്രം 1.6 ലക്ഷം അക്കൗണ്ടുകളാണ് മെറ്റ പൂട്ടിച്ചത്. സംശയാസ്പദമായ നീക്കങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാലുടൻ മനുഷ്യ ഇടപെടലുകൾക്ക് കാത്തുനിൽക്കാതെ തന്നെ AI സ്വയം അക്കൗണ്ടുകൾക്കെതിരെ നടപടിയെടുക്കുന്നുണ്ടെന്നും കമ്പനി അവകാശപ്പെട്ടു. കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കൂടുതൽ കർശനമായ ഫിൽട്ടറുകളും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി വരികയാണെന്നും വിശദീകരണത്തിലുണ്ട്. എങ്കിലും ഭാരതത്തിലെ നിയമങ്ങൾ പൂർണ്ണമായി അനുസരിക്കാൻ സോഷ്യൽ മീഡിയ കമ്പനികൾ ബാധ്യസ്ഥരാണെന്ന ശക്തമായ നിലപാടിലാണ് കേന്ദ്ര IT മന്ത്രാലയം. മെറ്റ നൽകിയ ഈ വിശദീകരണങ്ങൾ സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടെ സർക്കാർ വിശദമായി പരിശോധിക്കും. കുട്ടികളുടെ സുരക്ഷയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും അനുവദിക്കില്ലെന്നും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ സുരക്ഷാ വീഴ്ചകൾക്കെതിരെ വരും ദിവസങ്ങളിൽ കർശന നിരീക്ഷണം തുടരുമെന്നും IT മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. ജനം, ഡൽഹി.